ഹായ് ഫ്രണ്ട്സ്, ചങ്ങായി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ വീട്ടിൽ ബാലൻസ് വരുന്ന ചോറ് വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ വരുന്നത് ബാലൻസ് വരുന്ന ചോറ് കൊണ്ടുള്ളൊരു അരിപ്പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഇനി അരിപ്പത്തിരി ഉണ്ടാക്കാനായിട്ട് നമ്മൾ പൊടി വാട്ടയോ കുഴക്കയോ ഒന്നും വേണ്ട, നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു ബൗൾ ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അരിപ്പത്തിരി വേണം അത്രത്തോളം ചോറെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു അരിപ്പത്തിരിക്ക് ചോറാണ് കൂടുതലായിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ ചോറൊക്കെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇതിനെ ഒന്ന് അടിച്ചെടുക്കണം. ഈ ഒരു ചോറിൻ്റെ അകത്തേക്ക് ഞാൻ വെള്ളമൊന്നും ചേർക്കാതെയാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് അതിനെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറിൻ്റെ ആ ഒരു മിക്സ് ഒരു പാത്രത്തിലേക്കൊക്കെ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ തലേ ദിവസത്തെ ചോറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ അന്ന് വെച്ച ചോറാണ് ബാലൻസ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഞാൻ പൊന്നിയരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ആ മാവ് കൂട്ട് അത്രയും വെള്ള കളറിലിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതരിയുടെ ചോറ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ പൊന്നിയരിയൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി നല്ല വെള്ള കളറിൽ തന്നെ നമ്മുടെ അരിപ്പത്തിരിയൊക്കെ കിട്ടും. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള പത്തിരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പുട്ടുപൊടി വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് പുട്ടുപൊടി ആരും എടുത്തു വെച്ചിട്ട് അരിപ്പത്തിരി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കരുത്. അപ്പോൾ ഞാൻ പത്തിരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പത്തിരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം കൈയൊക്കെ നല്ലതുപോലെ കഴുകിയിട്ട് നമുക്കിതിനെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നല്ല സോഫ്റ്റാക്കിയിട്ട് എടുക്കണം മാവ് കൂട്ടിനെ. അപ്പോൾ നമ്മൾ ചോറാണ് ഇതിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. മാവ് കുറച്ച് മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം കൈ കൊണ്ട് നല്ലതുപോലെ ഇതിനെ സോഫ്റ്റാക്കിയിട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുഴച്ചെടുക്കുന്ന സമയത്ത് ലൂസായിട്ടാണ് മാവ് ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പത്തിരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പത്തിരിപ്പൊടി എന്ന് പറയുമ്പോഴത്തേക്ക് ചില കൂട്ടുകാർ വിചാരിക്കും എന്താ പത്തിരിപ്പൊടിയോ. പത്തിരിപ്പൊടി എന്ന് പറയുന്നത് നമ്മൾ ഇടിയപ്പത്തിനും അതുപോലെ തന്നെ കൈവർത്തിക്കൊക്കെ എടുക്കുന്ന അതേ മാവ് തന്നെയാണ്. നല്ല സ്മൂത്തായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള മാവാണ് നമ്മൾ ഇതിൻ്റെ ആവശ്യമായിട്ട് എടുക്കുന്നത്. അല്ലാതെ പുട്ടിനൊക്കെ എടുക്കുന്ന തരിതരിപ്പുള്ള മാവ് ഒരിക്കലും ഇതിലേക്ക് എടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അരിപ്പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള മാവ് കൂട്ടിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ കുഴച്ച് സോഫ്റ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുഞ്ഞു കുഞ്ഞു ഉരുളകളായിട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചോറെടുക്കുമ്പോഴത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ള ചോറാണെങ്കിൽ നിങ്ങൾ മാവ് കൂട്ടിലേക്ക് ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ നമ്മൾ ചില ആൾക്കാരൊക്കെ ചോറ് വയ്ക്കുമ്പോഴത്തേക്ക് ഉപ്പ് ചേർക്കത്തില്ലല്ലോ. അങ്ങനെയുള്ളവരാണെങ്കിൽ മാവ് നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ എൻ്റെ ചോറിന് കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ആ ഒരു സമയത്ത് ഞാൻ ഉപ്പ് കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം മാവ് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ അരിപ്പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള ഉരുള ഒരെണ്ണം ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ബാക്കി എല്ലാ ഉരുളകളും അതേപോലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ചപ്പാത്തി പ്രസ് വെച്ചിട്ടാണ് ഈ ഒരു അരിപ്പത്തിരി തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് മറ്റേ ചപ്പാത്തി കുഴൽ വെച്ചിട്ട് വേണമെങ്കിലും പരത്തിയെടുക്കാം, അല്ലെങ്കിൽ കവറിൻ്റെ പുറത്ത് വെച്ചിട്ട് വേണമെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് ഇതേപോലത്തെ ഒരു സ്റ്റീൽ പാത്രം വെച്ചിട്ട് നല്ലതുപോലെ അതിൻ്റെ പുറത്ത് വെച്ച് നല്ല പ്രസ് ചെയ്തെടുത്താൽ നമുക്ക് അരിപ്പത്തിരി എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ചപ്പാത്തി പ്രസ്സിൻ്റെയോ ചപ്പാത്തി കുഴലിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല. അതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പ്ലേറ്റ് വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ചപ്പാത്തി പ്രസ്സിൻ്റെ പുറത്തേക്ക് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു പീസ് കവറ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കവറ് വെച്ച് ഇങ്ങനെ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചപ്പാത്തി പ്രസ്സിൻ്റെ അകവശത്തുള്ള ആ ഒരു ഭാഗം ഇങ്ങനെ പോറലൊന്നും വീഴാതിരിക്കുകയും ചെയ്യും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കൈപ്പത്തിരിയോ
ഇതുപോലെ അരിപ്പത്തിരിയൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതിന് വേണ്ടിയിട്ടാണ് കവർ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ നമ്മുടെ അരിപ്പത്തിരി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ നല്ല കട്ടി കുറച്ചിട്ടാണ് ഇത് പരത്തി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു 5 മിനിറ്റത്തെ ആവശ്യം പോലും വരുന്നില്ല നമുക്ക് അരിപ്പത്തിരി തയ്യാറാക്കി എടുക്കാനായിട്ട്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അരിപ്പത്തിരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള മാവ് കൂട്ടുകളെല്ലാം ഞാൻ ദാ ഇവിടെ പരത്തി ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അരിപ്പത്തിരി ഒരെണ്ണം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇതിനെ ഒന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ കരിഞ്ഞൊന്നും പോകാൻ പാടില്ല കേട്ടോ. ചട്ടിയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ട് വേണം നമ്മുടെ അരിപ്പത്തിരി ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ അതാ നമ്മുടെ അരിപ്പത്തിരിയൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ നമ്മൾക്ക് കിട്ടുന്നതാണ്. കണ്ടോ, അരിപ്പത്തിരിയൊക്കെ അത്യാവശ്യം നല്ല പൊള്ളിയൊക്കെ വന്നിട്ടുണ്ട്. ഇതാ നമ്മുടെ അരിപ്പത്തിരി എല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പത്തിരിപ്പൊടിയൊക്കെ ചൂട് വെള്ളത്തിൽ വാട്ടിയെടുക്കുന്ന പത്തിരിയെക്കാട്ടിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ടാണെങ്കിലും കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൽ നിന്നൊരു പത്തിരി ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഒരു പത്തിരി രണ്ടായിട്ടൊന്ന് മുറിച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഉൾഭാഗമൊക്കെ എങ്ങനെയാണ് വെന്ത് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ അറിയണമല്ലോ. ഇതാ കണ്ടോ, നല്ല ലെയർ പോലെ 2 ലെയറായിട്ട് തന്നെ നമുക്ക് ആ ഒരു പത്തിരി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഉൾഭാഗമൊക്കെ നല്ല വെന്തിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ട് സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെയൊക്കെ ചാനലിൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി ആഡായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഹൈപ്പിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാനാണെങ്കിലും ഡിന്നറിനൊക്കെ കഴിക്കാനാണെങ്കിലും ഇതേപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ അതിൽ ഓൾ ഓപ്ഷൻ കാണിക്കും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.